grandma. Hi, mother-in-law. Hi, my dear sweet wife. I am here for you. Come. നിനക്കെന്താ ഇവിടെ കാര്യം? What a foolish question, mother-in-law. ഭാര്യയുടെ വീട്ടിൽ ഭർത്താവിന് എന്ത് കാര്യമെന്നോ അത് തന്നെ കാര്യമല്ലേ ഗ്രാൻഡ്മ? ആ ബന്ധം അവിടെ മണ്ഡപത്തിൽ തന്നെ കഴിഞ്ഞു. ഇറങ്ങട വെളിയില്. No, this is my wife house. I can't. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു ഇറങ്ങിപ്പോകാൻ. കൊടീശ്വരിയായ രാജമല്ലിക്ക് മര്യാദയോ? ഇതാണോ മര്യാദ? ഇങ്ങനെ ചൂടെ എന്റെ മൂഡ് കളയല്ലേ മദറിലോ? കുറച്ചുകൂടി കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. My sweet wife. സൂര്യൻ അസ്തമിക്കാറായി, പൂക്കൾ വാടി തുടങ്ങുന്നു. മോള് പോയി നല്ല അസല് ചൂടില്ലാത്ത പാലെടുത്തിട്ട് വാ. ഓ സ്മെൽ. സമയം കളയാതെ വരൂ, നമുക്ക് ഫസ്റ്റ് നൈറ്റിലേക്ക് പറക്കാം. മമ്മി, പോലീസിനെ വിളിക്കേ. നോ, ഫസ്റ്റ് നൈറ്റിൽ പോലീസിനെ പങ്കെടുപ്പിക്കരുത് പ്ലീസ്. അടിയുടെ പെരുന്നാളായിരിക്കും. കുട്ടി അകത്താക്കിട്ട് വാലടയ്ക്കൂ. ഞാൻ കാണിച്ചു തരാം. ആഹാ, സാറാണോ ഞാനുമായിട്ട് ഫസ്റ്റ് നൈറ്റിന് വരുന്നത്? എന്താടാ ഇവിടെ? സാർ ഇവരെന്നെ പീഡിപ്പിക്കുകയാണ് പൂട്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നവനെ പൂവിട്ട് പൂജിക്കണോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവനെ ഞങ്ങൾക്ക് അറിയില്ല. നോണയാണത്, കല്ല് വെച്ച നോണ. ഞാൻ അവരുടെ മരുമകനാണ്. ഐ എം സർ മരുമകൻ. സാർ, ഇന്ന് രാവിലെ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ഒരു മിനിറ്റ്. സാർ, ഇതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇത് കല്യാണ ഫോട്ടോ. കണ്ട നിയമപരമായി ബന്ധം പിരിയും വരെ ഞാൻ ഈ കുട്ടിയുടെ ഭർത്താവാണ്. എന്താ ഇവിടെ ചേർന്ന് നിൽക്കുക സാർ. കണ്ട ഫോട്ടോയിൽ കണ്ട തൊട്ടുപോരുത് എന്റെ മോളെ. കണ്ടോ, ഇതാണ് സാർ പ്രശ്നം. സ്വന്തം ഭാര്യ ഒന്ന് തൊട്ടാൽ എന്താ സാർ കുഴപ്പം? ഞാൻ സമ്മതിക്കില്ല. സാർ, ഭാര്യ ഭർത്താവ് ഒന്ന് തൊടുന്നത് അമ്മായിമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ? നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം മിസ്റ്റർ. സോറി മാഡം, ഞങ്ങൾക്ക് അതിനുള്ള വകുപ്പില്ല. വകുപ്പുണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ പറയുമ്പോൾ വകുപ്പുണ്ടാക്കലല്ല ഞങ്ങളുടെ പണി. നീ DGPയെ വിളിക്കുമല്ലേ? നിങ്ങൾക്ക് DGPയെ വിളിക്കാം, ഹോം മിനിസ്റ്ററെ വിളിക്കാം. പക്ഷെ എന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇതാണ്ടാ പോലീസ്. താങ്ക് യു. പ്ലീസ്. മകൾക്ക് എന്നേക്കാൾ അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ച നിങ്ങളല്ലേ? അനുഭവിക്കേ. ഓ സാർ, സാർ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയാൽ രാത്രിയിൽ ഇവർ രണ്ടുപേരും കൂടി വന്ന് എന്നെ ചവിട്ടി കൊന്നാൽ അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാർ, പ്ലീസ്. ഓക്കെ ഇൻസ്പെക്ടർ. സർ, താങ്ക് യു സാർ. വക്കീലിന്റെ പുസ്തകത്തിലാണോ ലോ പോയിന്റ്സിന് പഞ്ഞം? നക്ഷത്രം. ഹാ ലക്ഷ്മി, നീ പോയി ഭർത്താവിന് ചായ എടുത്തിട്ട് വാ. നീ പോടാ ഇറക്ക. ഓടെ ചെറുക്കാന്നാ? ഓ, കല്യാണ ചെക്കൻ. എന്റെ പേരാളെ നോക്കാം. ആണ്ടി ടീ. എല്ലാ പത്രം ഉണ്ടല്ലോ. ഇന്നും മലയാളാവാം. ഓ, ഒരു പത്രാസുകാരി. ശുദ്ധവായു. അതെങ്കിൽ അത് തന്റെ കാര്യം ഇവിടെ വലിയ കഷ്ടമാണല്ലേ? സാർ, എനിക്ക് ചായ ഉണ്ടാക്കി തരൂ. താൻ പോടോ, തനിക്ക് ചായ ഉണ്ടാക്കി തരാൻ വേണ്ടിയില്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഇത് തന്നെയാണ് അകത്തെല്ലാരും എന്നോട് പറയണത്. പിന്നെ ചായ കിട്ടിയില്ല, പത്രം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല എന്ന് കരുതി ഞാനിതിന്ന് പിന്മാറില്ല. എന്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്ന കാലം വരുന്നവരെ ഞാൻ ഇവിടെ കിടന്നങ്ങോട്ട് പോരാടും. എത്ര നടക്കാത്ത സ്വപ്നം. എന്താ പോടവട്ടി. സാറിന് അങ്ങനെ വിളിച്ചാൽ ഫീൽ ചെയ്തോ? വെരി ഗുഡ്, എന്റെ വൈഫാണ്. ഹലോ, നീ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഉണ്ടേ, നീ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചത്. എടാ, എന്റെ ഒരു കാര്യം ഇവിടെ നടക്കണില്ല. എന്താച്ചാ എന്നെ പരിചരിക്കാനും പൊന്നുപോലെ നോക്കാനും ഒരു സ്റ്റാഫിനോടനെ എനിക്ക് വേണം. ഇന്ന് തന്നെ ഇവിടെ ജോയിൻ ചെയ്യണം. ഓക്കെ. നീ എന്താ ഇവിടെ? നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തതല്ലേ? എടി പെണ്ണേ, നീ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും നിന്നെ തിരിച്ചെടുക്കില്ല. ഞാൻ നിങ്ങളുടെ ആരുടെയും കാല് പിടിക്കാൻ വന്നതല്ല, എന്റെ പുതിയ ബോസിനെ കാണാൻ വന്നതാ. ബോസ്, ഹായ് ബോസ്. വെൽക്കം. ഇതാണ് എന്റെ പുതിയ ബോസ്. ഇതാണ്
ബോസ് പണ്ട് ഞാൻ ഇയാളെ എത്ര ശ്രദ്ധിച്ചിട്ടില്ല. യു ആർ ലുക്കിംഗ് സോ യങ്, ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. ബോസ് ഈ കുട്ടിയുടെ പെട്ടിയും പറ്റിയൊക്കെ ഏത് മുറിലാണ് വെക്കേണ്ടത്? എന്റെ റൂം ബോസിന്റെ റൂമിലോ? അല്ല, എന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ വെച്ചാൽ മതി. ഐ ഫോർഗോട്ട് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം? മിൻമിനി. നൈസ് നെയിം. ഇന്ന് മുതൽ എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മിൻമിനി നോക്കണം. സാലറി 25,000 bucks. താങ്ക് യു സർ. ശങ്കരനുണ്ണി, നീ ഇവരൊക്കെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു. കിച്ചൺ 1 സെക്കൻഡ്. ഗ്രാൻഡ്മ, കിച്ചൺ എവിടെയാ? എവിടെ വെച്ച് കണ്ടുപിടിച്ചു? എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് അടുപ്പ് കൂട്ടിക്കോ. ഓ മൈ ഗോഡ്, മൈ ഫാദർ ഇൻ ലോ. ഹലോ, യുവർ ഹസ്ബൻഡ്. നൈസ് മീറ്റിംഗ്. കീപ് ഇൻ ടച്ച്. ഫാദർ ലോ, ടെൽ മീ. മിസ്റ്റർ മരുമകൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛ വീട്ടിൽ പരമാനന്ദ സുഖം. പിന്നെ അങ്കിൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇന്നേക്ക് ഒരു ദിവസമായി. എനിക്ക് പിരിഞ്ഞിരിക്കും വയ്യ. എപ്പോഴാ അങ്കിൾ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ അങ്ങോട്ടോ? വന്നേ പറ്റൂ അങ്കിൾ, എന്റെ ഗസ്റ്റ് ആയിട്ട്. ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ 3 നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. ആർക്കാരാ സഹിക്കാത്തത്? എനിക്കാണ് സഹിക്കാത്തത്. സാർ, എന്തിനാണ് സാർ എന്നെ പുറത്തിറക്കിയത്? നിന്നെ ഒന്ന് കല്യാണം കഴിപ്പിക്കാൻ. അയ്യോ, അതിന് 1 മാസത്തെ പരോളല്ലേ ഉള്ളൂ. മറ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശരിക്കൊന്നും ഉണ്ണാനുള്ള സമയം പോലും ഇല്ലല്ലോ. അത് മതി. എന്തായാലും നീ നാളെ നിന്റെ അച്ഛനെയും കൂട്ടി ഒന്ന് ഒറ്റപ്പാലത്ത് വരണം, ഒരു പെണ്ണ് കാണാൻ. അയ്യോ സാർ, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലേ? അറിയില്ല എനിക്ക്. ഞാനാണ് നിന്റെ അച്ഛൻ. വെള്ളം ഇറങ്ങാതെ ചാകാൻ കിടന്ന സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെ നിന്നെ കൊണ്ട് കെട്ടിച്ച് അവളുടെ ജീവിതം കുളമാക്കാനുള്ളതിന്റെ കൊട്ടേഷൻ. ഇതാ അഡ്വാൻസ്. ഒരുപാട് തെറ്റിദ്ധരിച്ചു. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മുതൽ എന്റെ ഭാര്യ നിന്റെ അമ്മ, എന്റെ പെങ്ങൾ നിന്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ മോനെ ഇറങ്ങി വരൂ മോനെ. ഈ കുടുംബമാണ് അച്ഛാ തറവാടാക്കേണ്ടത്. ആരാ മനസ്സിലായില്ല? വെൽ, ഞാൻ വിശ്വനാഥ പണിക്കർ. ഇതെന്റെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ. ഇതെന്റെ ഒരേ ഒരു ഭാര്യ ശാരദ. ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ കൃഷ്ണ. ഇരിക്കൂ. കിട്ടിയ അവസരം മുതലെടുക്കല്ലേ. എന്താ വിശേഷിച്ച്? എന്റെ മകൻ കൃഷ്ണകുമാർ എന്നെ പോലെ തന്നെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഈ അടുത്ത് ഇവിടെ ഒരു എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് അവൻ യാദൃച്ഛികമായി താങ്കളുടെ മകളെ കണ്ടു. ഇഷ്ടപ്പെട്ടു. ഓ, അപ്പൊ പെണ്ണ് കാണാനാണല്ലേ? പിന്നെ പെൺകുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ചന്തവാസന്തിയേക്കാൾ മൊഞ്ച്. എന്താ? അല്ല, ഇവന് കൊച്ചിനോട് എന്തൊക്കെയൊന്ന് സംസാരിക്കണമെന്ന്. ഓ, അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. ചെല്ലു മോനെ, ചെല്ല്. വരൂ, ബെഡ്റൂമിലേക്ക് പോകാം. ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ? ചെല്ല്. ഓ, തടിക്കട്ടിലാണല്ലേ? എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. ഇതെന്താ ഇവിടെ? എന്റെ ഏട്ടനാ. ഇയാളപ്പോ പോലീസാ? ഞാനൊന്ന് ഇറങ്ങട്ടെ.